നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു പുതുപുത്തൻ രാവിലെയിലേക്ക്, ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടാകും. 2 മാസത്തെ വെക്കേഷന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ട ഒരുക്കത്തിലും തിരക്കിലും ഒക്കെ ആയിരിക്കും എല്ലാ വീടുകളിലും ഇപ്പോൾ ഈ സമയമൊക്കെ എന്ന് കരുതുകയാണ്. അപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്നതുകൂടിയുണ്ട്. അതായത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, സാധാരണഗതിയിൽ പുസ്തകങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ആദ്യത്തെ 2 ആഴ്ചകളിലൊക്കെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില ക്ലാസ്സുകളൊക്കെ ആയിരിക്കും ആദ്യത്തെ 2 ആഴ്ചയോളം നടക്കുക. അതോടൊപ്പം ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി മുതൽ ഒരു അരമണിക്കൂർ കൂടുതൽ അവർക്ക് ക്ലാസ്സുകളിൽ ഈ അധ്യയന വർഷം മുതൽ ഇരിക്കുകയും വേണം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും നല്ല കാഴ്ചകളൊക്കെ ഇന്ന് സ്കൂളിൽ നിന്ന് ഉണ്ടാകുന്നൊരു ദിവസമാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരുപാട് കുഞ്ഞു മക്കളുണ്ടാവും. ഒരു 1-ാം ക്ലാസ്സിലേക്ക് ഏകദേശം 2.5 ലക്ഷത്തിലധികം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിൽ മാത്രം ഇത്തവണ എത്തുന്നത്. അപ്പം ചിണുങ്ങി അച്ഛനും അമ്മയൊക്കെ പിരിഞ്ഞൊന്നിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പിണക്കവും കരച്ചിലും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളെ കാണാം. പുതിയ ബാഗും പുസ്തകവും ഡ്രസ്സും ഒക്കെ കിട്ടി അങ്ങനെ സ്കൂളിൽ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലും ഒക്കെ വളരെ ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാം. അങ്ങനെ ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് എത്തണം. അതിനു മുമ്പ് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് ആദ്യം പരിശോധിക്കാം. പതിവ് പോലെ ആദ്യം നാട്ടിലെന്തുണ്ട്. ഇപ്പോൾ മഴയാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളുടെ പ്രശ്നം. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും വാർത്തകളിൽ ആദ്യം എടുക്കുന്നത് മഴ തന്നെയാണ്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ്. ആലപ്പുഴ കുട്ടനാട് താലൂക്കിലും പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് അപ്പർ കുട്ടനാട് മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ പരക്കെ മഴ ലഭിച്ചേക്കും. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. ശരണ്യ സ്നേഹജനും ശശിനാരായണനും എസ് വിനീഷുമാണ് നമുക്കൊപ്പം രാവിലെ ആദ്യം ചേരുന്നത്. ആദ്യം ശരണ്യയിലേക്കാണ് പോകുന്നത്. ശരണ്യ, ഗുഡ് മോർണിംഗ്. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് പല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഴ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇന്ന് എല്ലായിടത്തും സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. പക്ഷേ ഇന്ന് അധ്യയന വർഷം തുടങ്ങാൻ കഴിയാത്ത നിരവധി സ്കൂളുകൾ, ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളൊക്കെ ജില്ലയിലുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും ആലപ്പുഴ ജില്ലയിൽ മഴയുടെ അളവ് കുറഞ്ഞെങ്കിൽ പോലും കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ജലം ഒഴുകിയെത്തി അത് തോട്ടപ്പള്ളി സ്പിൽവേ വഴി കടന്നു പോകുന്ന, അറബിക്കടലിലേക്ക് കടന്നു പോകുന്ന അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ആ പ്രതിസന്ധി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ തന്നെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം തന്നെ അവധിയാണ്. പുറക്കാട് പഞ്ചായത്തിലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. അല്ലാതെ തന്നെ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ദിവസമായ ആലപ്പുഴയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് ഉള്ളത്. പക്ഷേ അതേസമയം തന്നെ പത്തനംതിട്ടയും ഇടുക്കിയും ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകളിൽ നിന്നും മലയോര മേഖലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം കുട്ടനാടൻ മേഖല കടന്നു പോകണമെങ്കിൽ ആ ഒരു സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് എടത്വ, വീയപുരം അടക്കമുള്ള പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ, ആ സ്ഥലങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും അധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളത് അമ്പലപ്പുഴ താലൂക്കിലാണ്. അതായത് 2263 കുടുംബങ്ങളോളം അമ്പലപ്പുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് കടൽക്ഷോഭവും ഒപ്പം തന്നെ ഈ രീതിയിലുള്ള കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരാനായി ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം, സംസ്ഥാനത്തെ പ്രവേശനോത്സവം അടക്കം നടക്കുന്ന ഘട്ടത്തിലും ഈ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ആ സ്കൂളുകൾക്കും, ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഒക്കെ തന്നെ ഇന്ന് അത്തരത്തിലൊരു വിദ്യാഭ്യാസ ഘട്ടത്തിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു പ്രതിസന്ധി ആലപ്പുഴയിലുള്ളത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് പുറന്തള്ളുന്നത്
അതിന്റെ അളവ് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതായത് പൊഴിമുഖം ആഴം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ പോലും ഈ പ്രധാനമായും തോട്ടപ്പള്ളിയിലേക്ക് വെള്ളം എത്തിക്കുന്ന ലീഡിംഗ് ചാനലുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. അത് ഇത്തരത്തിലുള്ള വെള്ളം ഒഴുകി നീങ്ങുന്നതിന്റെ ഒരു വേഗത കുറയുന്നത് കൊണ്ട് തന്നെ ആ ആക്ഷേപം വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കരിമണൽ ഖനനവുമൊക്കെയായി ബന്ധപ്പെട്ട് പൊഴിമുഖത്ത് മാത്രമാണ് മണൽ നീക്കുന്നതിനുള്ള ആവേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം വെള്ളം കടന്നു വരുന്ന പാത ഒരുക്കുന്ന ലീഡിംഗ് ചാനലുകളിലേക്ക് ഉള്ള മണൽ നീക്കമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള പരാതി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇത്തവണ വിയ്യപുരം അടക്കമുള്ള മേഖലകളിലും ഒപ്പം തന്നെ കുട്ടനാടൻ മേഖലകളിലും വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്കും അത് വേഗത്തിൽ ഒഴുകി നീങ്ങാത്തൊരവസ്ഥയിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ അപ്പർ കുട്ടനാടൻ മേഖലകളിലും പ്രത്യേക ഇതുള്ള സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ കൈനഗിരി അടക്കമുള്ള കുട്ടനാടൻ മേഖലകളിലും പെയ്ത്ത് വെള്ളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത ആ ഒരു വെള്ളത്തിന്റെ ഒരു സാഹചര്യം ഇപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ എങ്കിൽ പോലും ആലപ്പുഴയിലെ പലയിടങ്ങളിലും വെള്ളത്തിന്റെ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ ഇതുവരെ 222 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് ഈ കുറച്ചു ദിവസങ്ങളായി നിലനിന്ന മഴയുടെ ആകെ തുക. അത്തരത്തിൽ ശക്തമായ കാറ്റും ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകിയും ഒക്കെ വലിയ നാശനഷ്ടം ഉണ്ടായ ഒരു ജില്ലയാണ്. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ അത്തരത്തിലൊരു നാശനഷ്ടമുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഒരു വിലയിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും മഴയ്ക്കൊരു ആശ്വാസമുണ്ട് എന്നുള്ളത് മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് പറയാനുള്ളത്. ശരണ്യ, നമ്മൾ ഈ തുടക്കത്തിൽ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് പൊതുവിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ അവിടുത്തെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ സ്കൂളിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ടോ? തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് സ്കൂളിലാണ് ഇന്ന് സംസ്ഥാനത്ത് തന്നെ പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊതുവിദ്യാലയമാണ് കലവൂർ ഗവൺമെന്റ് സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്. ഏറ്റവും മികച്ച രീതിയിലുള്ള റിസൾട്ട് എല്ലാ കാലത്തും നൽകുന്ന, പ്രത്യേകിച്ച് +2, +1, +2 റിസൾട്ടുകളിൽ ഏറ്റവും മികച്ച റിസൾട്ട് നൽകുന്ന ആലപ്പുഴ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളുകളിലൊന്നാണ്. അത്തരമൊരു പൊതുവിദ്യാലയത്തിൽ ഇത്തവണ ഈ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഒരു സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രവേശനോത്സവം നടക്കുന്നു എന്നുള്ളൊരു സന്തോഷം ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഉൾപ്പെടെ ഉണ്ട്. കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന സ്കൂളിന് ഇങ്ങനെ ഒരു പ്രവേശനോത്സവത്തിനുള്ള ഒരു അവസരം കൂടി കിട്ടിയ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ഉത്സവ സമാനമായ ഒരു തയ്യാറെടുപ്പ് ആ ഗ്രാമത്തിന്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാ പ്രവേശനോത്സവത്തിനായി എല്ലാ വിദ്യാർത്ഥികളെയും, അതായത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ ചെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നേരിട്ട് ക്ഷണിച്ചായിരുന്നു ഇന്നത്തെ പ്രവേശനോത്സവ ചടങ്ങിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ വളരെ ജനകീയമായ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് കലവൂർ സ്കൂളിൽ ഇത്തവണത്തെ സംസ്ഥാനത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കുക. ഒപ്പം മുഖ്യമന്ത്രി ആണ് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ആ സ്കൂളിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലടക്കം വലിയ വ്യത്യാസം വരുത്തി. അതും ആ സ്കൂളിന്റെ സർക്കാർ സ്കൂളിന് ഗുണം ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും വലിയ ആഘോഷത്തിലാണ് ആ പ്രവേശനോത്സവത്തെ ആലപ്പുഴ സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ അതാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിശേഷങ്ങൾ. മഴ ഒരല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പർ കുട്ടനാടൻ മേഖലകളിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിനിടയിൽ ശരണ്യ ചേർന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കൂടി ഇപ്പോൾ ചോദിച്ചത്. നമുക്ക് വിശദമായി രാവിലെയിൽ വരും നിമിഷങ്ങളിലൊക്കെ അത് എടുക്കാം. ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് കൂടി പോകാം. ശശിനാരായണൻ ഉണ്ട് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? മഴയൊക്കെ മാറി നിൽക്കുകയാണോ പത്തനംതിട്ടയിൽ? ഗുഡ് മോർണിംഗ് ഹരിയ. മഴ മാറി നിൽക്കുന്നു. മഴയ്ക്ക് അല്പം ശമനമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെയും ഇന്നും തെളിഞ്ഞ കാലാവസ്ഥയാണ്.
നേരിയ തോതിലൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ മറ്റൊന്നും പത്തനംതിട്ട ജില്ലയിലില്ല. പക്ഷേ അപ്പർ കുട്ടനാട് മേഖലയിൽ ഇപ്പോഴും ദുരിതം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയുടെ സാഹചര്യത്തിൽ അപ്പർ കുട്ടനാട് മേഖല വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവല്ലയിൽ കടപ്ര, നിരണം, പെരിങ്ങര, നെടുമ്പറം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു. വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏകദേശം 533 വീടുകൾ ഇപ്പോഴും വെള്ളത്തിൽ കയറിയ ഒരവസ്ഥയാണ്. 43 ക്യാമ്പുകളാണ് ജില്ലയിലുള്ളത്. ഈ 43 ക്യാമ്പുകളിലെ 1379 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ താമസിക്കുന്നത്. ഈ സ്കൂളുകളിൽ ഈ ജില്ലയിലെ 31 സ്കൂളുകളാണ് മഴയുമായി ബന്ധപ്പെട്ട് 31 സ്കൂളുകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവല്ലയിലും അതുപോലെ തന്നെ കോഴഞ്ചേരി താലൂക്കിലും ഒക്കെ അടങ്ങുന്ന ഈ വെള്ളക്കെട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ദുരിതം അപ്പർകുട്ടനാട് മേഖലയിൽ ആളുകൾ അനുഭവിക്കുന്നു. കാരണം വീട്ടുപകരണങ്ങളും കൃഷിയും അതുപോലെ വളർത്തുമൃഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവരെല്ലാം ക്യാമ്പിലാണ്. ഈ ക്യാമ്പിലുള്ള ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിലാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെള്ളക്കെട്ട് മാറിയെങ്കിൽ മാത്രമേ പൂർണ്ണമായ രീതിയിൽ ഇവർക്ക് മടങ്ങി വീണ്ടും വീട്ടിലെത്താൻ കഴിയുള്ളൂ. വലിയ ദുരിതം, സമാനതകളില്ലാത്ത ദുരിതം ആളുകൾ ഈ പ്രദേശത്ത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. മണിമല, പമ്പ, അച്ചൻകോൽ നദികളുടെ ജലനിരപ്പ് ഉയർന്നതാണ് ഇവിടങ്ങളിൽ വെള്ളം കയറാനുള്ള കാരണം. നദികളുടെ ജലനിരപ്പ് ഇപ്പോൾ നേരിയ തോതിൽ കുറവുണ്ട്. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ആളുകൾക്ക് തിരിച്ച് വീടുകളിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയുന്നില്ല. വെള്ളം സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ വെള്ളം മഴ പെയ്താലും പിന്നീട് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് വെള്ളം ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് കൂടുതലായി നേരത്തെ തന്നെ ഈ പ്രദേശം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് അവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ദുരിതം സമ്മാനിച്ചുള്ളത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മഴയ്ക്കൊരു വലിയ ശമനമുണ്ട് പത്തനംതിട്ടയിലും. കൊല്ലത്തെ സാഹചര്യം നോക്കാം. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കൊല്ലത്തെ കാലാവസ്ഥ? ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് മഴയ്ക്ക് നല്ല ശമനമുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ദിവസവും ഇന്നുമായിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും 2 ദിവസം മുൻപ് വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അതിൽ നിന്നും അങ്ങോട്ട് ആരും മുക്തരായിട്ടില്ല. ഈ വീടുകളുടെ മുകളിലേക്ക് മരം പിഴുതു വീണാണ് അധികവും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിൽ അടക്കം ഇലക്ട്രിക് ബന്ധം തകരാറിലായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴതെല്ലാം പുനഃസ്ഥാപിച്ചു വരുന്നതേ ഉള്ളൂ. കൊല്ലം കുണ്ട്രയിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കൊല്ലം കുണ്ട്രയില് ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് അതിൽ ചവിട്ടി ഗൃഹനാഥൻ മരിച്ചതായിട്ടുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് ഗൃഹനാഥന് മരണം സംഭവിച്ചത്. പെരുമ്പുഴ സ്വദേശി ഗോപാലകൃഷ്ണ പിള്ളയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന് സമീപം പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും അദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച മകൾ അശ്വതിക്കും ഷോക്കേറ്റ സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി മകളെ ജില്ലാ ആശുപത്രിയിലും ഈ ഗോപാലകൃഷ്ണ പിള്ളയെ പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അച്ഛൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ വാർത്ത കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തിൽ കൂടി പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന മകളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയും നമുക്ക് ഇതോടൊപ്പം പങ്കുവെക്കാൻ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് പ്രദേശത്തെ വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണത്. അതിനെ തുടർന്നായിരുന്നു ഇലക്ട്രിക് ലൈനും പൊട്ടി വീണത്. അപ്പോൾ ഇവർ ഈ വീടിന് സമീപത്തെ പറമ്പിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനൊരു ഷോക്ക് ഏൽക്കേണ്ടി വന്നത്. എന്തായാലും KSEB അധികൃതർ സ്ഥലത്തെത്തിയിട്ട് എങ്ങനെയാണ് വൈദ്യുതി പ്രവാഹം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം അവർ കൃത്യമായിട്ട് പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എഴുകോൺ KSEB സെക്ഷൻ പരിധിയിൽ ഈ ഇലക്ട്രിക് ബന്ധം തകരാറിലായതോടുകൂടി 4 ദിവസമായി ആ പ്രദേശങ്ങളിൽ കറണ്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഈ KSEB ഓഫീസിൽ വന്ന് പ്രതിഷേധിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും KSEB അധികൃതർ ദ്രുതഗതിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്, നടന്നു വരുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലത്ത് കളക്ടറേറ്റിൽ ദുരന്ത നിവാരണ ലഘൂകരണ പരിപാടികൾക്കും ജില്ലാ വികസന സമിതി കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഈ മരങ്ങൾ കടപുഴകി വൈദ്യുതി തടസ്സപ്പെടുന്നത് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ അപകടകരമായ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനും അടക്കമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കളക്ടർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. മഴക്കാല ശുചീകരണ
കൃത്യതയോടെ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആര്യ. തീർച്ചയായും. എസ് വിനീഷാണ് കൊല്ലത്തെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ അനൂസ് റോഷൻ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് യാസിനെയാണ് പിടികൂടിയത്. ഗുലാം നബി ആസാദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആസാദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ പ്രതി പിടിയിലാകുന്നത്? മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ആര്യ. കഴിഞ്ഞ മാസം 17-ാം തീയതി കൊടുവള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളിൽ 5 പ്രതികളിൽ ഒരാളെയാണ് ഇന്ന് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. ഇയാൾ മൈസൂരിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന സമയത്താണ് കൊടുവള്ളി SHO അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൽപ്പറ്റയിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്. പ്രതി ഇപ്പോൾ കൊടുവള്ളി സ്റ്റേഷനിലുണ്ട്. നേരത്തെ 2 പ്രതികളെ ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് മൊബൈൽ നമ്പറുകളും മറ്റും നൽകിയ 2 പ്രതികളെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകുന്ന ദിവസം സ്കൂട്ടറിൽ എത്തിയ 2 പേരിൽ ഒരാളാണ് ഇന്ന് പിടികൂടിയ നിയാസ്. ഇയാൾ കൊണ്ടോട്ടി സ്വദേശിയാണ്. ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി. ആശുപത്രി ക്യാന്റീനിലെ ഭക്ഷണത്തിൽ പുഴുവെന്ന് പരാതി. കൊല്ലത്തെ സഹകരണ ആശുപത്രിയിലെ ക്യാന്റീനെതിരെയാണ് പരാതി. ചികിത്സയിലായിരുന്ന യുവാവ് ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ ദോശയും സാമ്പാറും കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടത്. ക്യാൻസർ രോഗിയായ കരിക്കോട് സ്വദേശി അൽഫാസിന് ഭക്ഷണം കഴിച്ച ശേഷം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലാണ്. സംഭവം ക്യാന്റീൻ ജീവനക്കാരോടും ആശുപത്രി അധികൃതരോടും പറഞ്ഞപ്പോൾ മോശം അനുഭവം ഉണ്ടായതായും കുടുംബം പറയുന്നുണ്ട്. പോലീസിന് പരാതി കൊടുക്കാനാണ് തീരുമാനം. എത്ര വലിയ അനാസ്ഥയാണല്ലേ! രോഗികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പുഴുവിനെയൊക്കെ കാണുന്ന സാഹചര്യം. ആ യുവാവ് ക്യാൻസർ രോഗിയാണ്. ഇപ്പോൾ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ഒരു കഷ്ടതയുള്ള ഒരു സംഭവമാണ്. അതോടൊപ്പം ആ അധികൃതരുടെ ഒരു അനാസ്ഥ കൂടിയാണ് അവിടെ വെളിവാകുന്നത്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. മഞ്ചേശ്വരത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകനാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത്. വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവാണ് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത്. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. ജില്ലയിലെ കഞ്ചാവ് വിതരണക്കാരിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ചാക്കുകളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP സുനിൽകുമാർ CKയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം പിടിച്ചത്. വേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് സംശയിക്കുന്നു. കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇയാൾ കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കല്ലടിക്കോട് കരിമ്പ 3 ഏക്കർ കുഞ്ചീരത്ത് വീട്ടിൽ K സന്ദീപിനാണ് പരിക്കേറ്റത്. മരുതുംകാട് ആനക്കലിന് സമീപത്തായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. തിരുപ്പൂരിൽ ജോലി ചെയ്യുന്ന സന്ദീപ് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. തോളെല്ലിന് പരിക്കേൽക്കുകയും പല്ലുകൾ നഷ്ടമാവുകയും ചെയ്തു. പട്ടാമ്പിയിലെ രാസവള ഗുണ നിയന്ത്രണശാല കെട്ടിടം താൽക്കാലികമായി അടച്ചുപൂട്ടി. കാലപ്പഴക്കത്തെ തുടർന്ന് കെട്ടിടത്തിന് തകർച്ച നേരിടാൻ തുടങ്ങിയതോടെയാണ് അടച്ചുപൂട്ടിയത്. സീലിംഗ് പാളികൾ അടർന്നു വീണ് ജീവനക്കാരന് ഗുരുതര പരിക്കേറ്റതോടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. കൃഷി വകുപ്പിന് കീഴിലാണ് പട്ടാമ്പിയിൽ രാസവള ഗുണനിയന്ത്രണശാല പ്രവർത്തിക്കുന്നത്. 1999 കെട്ടിടം നിർമ്മിച്ചത്. 25 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ശോചനീയാവസ്ഥ നേരിട്ട തകർച്ചയുടെ വക്കിലാണ്. കെട്ടിടത്തിന്റെ സീലിംഗിന്റെ പാളി അടർന്നു വീണ് സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു. നിലവിൽ സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ജൈവവളങ്ങൾ, ജീവാണു വളങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള ലാബ് കൂടി പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ ബാംഗ്ലൂർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ പട്ടാമ്പിയിലും കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. രാസവള ലാബിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുതിയ കെട്ടിടത്തിനുള്ള അല്ലെങ്കിൽ നിലവിലെ കെട്ടിടത്തെ റിപ്പയർ ചെയ്യാനുള്ള
ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയിക്കാനുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഓഫീസ് മുറികൾ, രാസവള പരിശോധനാ ലാബ് ഉൾപ്പെടെ 2 നിലകളിലായാണ് രാസവള ഗുണനിയന്ത്രണശാല പ്രവർത്തിച്ചിരുന്നത്. നിലവിൽ രാസവള ഗുണനിയന്ത്രണശാല ഇല്ലാതെയാണ് പ്രവർത്തനം. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ വൻതോതിൽ അറവ് മാലിന്യം തള്ളി. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പുഴ മലിനമായതോടെ പ്രതിഷേധവും ശക്തമാണ്. പരിശോധനയിൽ മാലിന്യം തള്ളിയ സംഘത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചു. ഇവരെ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുകയാണ്. അരീക്കോട് പാലത്തിന് സമീപത്തു നിന്നാണ് പുഴയിലേക്ക് മാലിന്യം തള്ളിയത്. 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ആശ്രയിക്കുന്ന പുഴയിലാണ് ലോഡ് കണക്കിന് മാലിന്യം തള്ളിയത്. ഇതിന് സമീപത്തായി പമ്പ് ഹൗസുമുണ്ട്. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധമാണ്. നാട്ടുകാർ മുക്കം പോലീസിലും കാരശ്ശേരി പഞ്ചായത്തിലും പരാതി നൽകി. പരിശോധനയിൽ മാലിന്യം തള്ളിയ സംഘത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചു. ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘമാണ് പുഴയിൽ അറവ് മാലിന്യം തള്ളിയത്. മുക്കം പോലീസ്, കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി പാടെ നശിച്ചു. ഏലം കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. വർഷത്തെ കടുത്ത വേനലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലം കൃഷി പതിയെ ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വീണ്ടും വില്ലനായി എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിലാകെ 1159 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം. 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. നിലവിൽ 100 കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വർഷം മെച്ചപ്പെട്ട വിലയും മെച്ചപ്പെട്ട ഉൽപാദനവും ഉള്ളൊരു വർഷമായിരുന്നു. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു. അപ്പോൾ ഏക്കർ കണക്കിന് ഇങ്ങനെ ഇതുപോലെ ഒടിഞ്ഞുപോയി. അപ്പോൾ അത് കർഷകർക്കൊരു പ്രയോജനത്തിൽ വരാത്തൊരു അവസ്ഥയിലാണ് ഈ രാജകുമാരി, കുടുംബജോല പ്രദേശങ്ങളിൽ എല്ലാം ഈ ഏലകൃഷി മൊത്തം ഒടിഞ്ഞ് പോയിരിക്കുന്നത്. മഴയേക്കാളേറെ മൺസൂണിനൊപ്പം എത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചെടികൾ നശിച്ചു. ഈ വർഷത്തെ അവസ്ഥ വളരെ ദയനീയമായി. കഴിഞ്ഞ വർഷം വളരെ വിളവ് കുറവായിരുന്നു, ഉണക്കമൊക്കെ ബാധിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇത്തവണ നേരത്തെ മുതൽ എല്ലാ കർഷകരും നല്ല രീതിയിൽ പരിപാലിച്ച് വളവും മരുന്നും നനയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവന്നായിരുന്നു. നല്ല വിളവായിരുന്നു ഈ വർഷം. സാധാരണ രീതിയിലുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നല്ല വിളവുണ്ടായി. അത് ഈ വർഷം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റും മഴയും വ്യാപകമായി ഒരാളുടെ തന്നെയല്ല, എൻ്റെ തന്നെയല്ല, എല്ലാ കർഷകരുടെയും ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടെ നശിച്ചിരുന്നു. കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായി എത്തിയത്. ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനലേൽപ്പിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. കാറ്റും മഴയും കാരണം വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണ നല്ല ശക്തമായ രീതിയിൽ മഴയുണ്ടായി, നല്ല രീതിയിൽ വിളവുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ കാറ്റ് വന്നപ്പോൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എൻ്റെ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട രീതിയിൽ സർക്കാരുകൾ എന്തെങ്കിലും ഒരു സഹായം, പേരിൽ ഒരുപാട് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടാറില്ല. സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കർഷകർ പറയുന്നു. വേനൽ വന്നു കഴിഞ്ഞപ്പോൾ നനച്ചും ലോണും എടുത്തും സംഘങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയും ഗോൾഡൊക്കെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തത്. നല്ല വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോഴത്തേക്കും കാറ്റും മഴയും വന്ന് 3/4 ഭാഗം ഒടിച്ചു കളഞ്ഞു. മെച്ചപ്പെട്ട വിളവും വിലയും ലഭിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ കൃത്യമായ വളപ്രയോഗവും ജലസേചനവും നടത്തി അമിത തുക മുടക്കി പരിപാലിച്ചു വന്നിരുന്ന ഏലം കൃഷിയാണ് മഴയും കാറ്റും കവർന്നത്. ന്യൂസ് 18 ഇടുക്കി.
അപ്പോൾ രാവിലെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നല്ല വാക്കുകൾ കാണാം. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഈ ദിവസത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി മടങ്ങിയെത്താം.